സാറ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്താ സാറിന്റെ ഒരു അഭിപ്രായം? അതെ, മതേതര സ്വഭാവം വിശ്വസിക്കുന്നുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിലെ 90% ആളുകൾ, 99% ആളുകൾ. ഞാൻ തുറന്നു പറയാറുണ്ട്, ഞാനൊരു മതേതരവാദി അല്ല, ഞാൻ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. ഞാൻ പക്ഷേ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നുണ്ട്. അതായത് മതേതരത്വം എന്ന് പറയുന്നത് സെക്കുലറിസമാണ്. ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അഭിമാനപൂർവ്വം പറയും, കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. എന്നാൽ അതോടൊപ്പം നമുക്ക് ബഹുസ്വരത വേണം, മതസൗഹാർദ്ദം വേണം, എല്ലാവരും വേണം. എന്താണ് നമ്മുടെ ഹിന്ദുക്കൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം? ഒരു മിനിറ്റിൽ ഞാൻ നമ്മൾ ഹിന്ദുക്കളെ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഒറ്റ മിനിറ്റിൽ പറയാം. 50 വർഷം മുമ്പത്തെ സെൻസസ് എടുത്താൽ നമ്മൾ കണക്കാണല്ലോ, അതായത് രാഹുൽ ഈശ്വറിന് ഉണ്ടാക്കാൻ കഴിയില്ല, വിജയനാഥ് സാറിന് ഉണ്ടാക്കാൻ കഴിയില്ല, ഗവൺമെന്റിന്റെ കണക്ക്, ഇപ്പം ശ്രീ പിണറായി വിജയന്റെ അടക്കം കണക്ക്. നമ്മുടെ ജനസംഖ്യ ഏകദേശം 61 മുതൽ 63% കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ. അന്ന് ക്രിസ്ത്യാനികൾ 21%, മുസ്ലിങ്ങൾ 17%. ഇത് കേരളത്തിലെ ഹാർഡ് കോർ 60s സെൻസസാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കണക്കെടുത്ത് നോക്കിയാൽ ക്രിസ്ത്യാനികൾ 18%, അതായത് 2011 അവസാനം പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള കണക്ക് വരുന്നത്. മുസ്ലിങ്ങൾ 27%, ശരിക്കും 29 ഒക്കെ ഉണ്ട്, 2029 ആകുമ്പോൾ കൂടിയിട്ടുണ്ട്. ഹിന്ദുക്കൾ ഏകദേശം 55 എന്നാണ് കണക്ക്. പക്ഷേ 52 to 55% ആയിരിക്കും ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളത്. കാണുമ്പോൾ മുസ്ലിങ്ങൾ കൂടിയതായി തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ കുറയുന്നതാണ്. അതായത് പെട്ടെന്ന് ഞാനൊരു കണക്ക് പറയാം സാർ, ഈ ലോകത്തില് എല്ലാം കൂടെ 100 ആൾക്കാരെ ഉള്ളെന്ന് കരുതുക. ഈ ലോകത്തെ എല്ലാ മനുഷ്യരും 50 ആണും 50 പെണ്ണും. ഒരാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ ഒരു കുട്ടി മതി എന്ന് തീരുമാനിച്ചാൽ അടുത്ത തലമുറയിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? 50 കുട്ടികൾ. അതായത് 100 പേരുള്ളത് അടുത്ത തലമുറയിൽ ഒരു കുട്ടികളുണ്ടെങ്കിൽ 50 ആവും. ഇവർ 25 ആണും 25 പെണ്ണും. അവർ കല്യാണം കഴിച്ച് ഓരോ കുട്ടികൾ വെച്ചാണെങ്കിൽ അതിന്റെ അടുത്ത തലമുറ എത്ര ഉണ്ടാകും? 25 കുട്ടികൾ. അപ്പൊ ഓരോ തലമുറ കഴിയുമ്പോഴും ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ അവരുടെ ജനസംഖ്യ പകുതിയായി വരും. 100 50 ആകും, 50 25 ആകും, 25 13 ആകും. നമ്മുടെ കണക്കിന് വേണ്ടി 12 എന്ന് എടുക്കാം. 12 6 ആകും, 6 3 ആകും, അടുത്തത് ഇല്ലാതാകും. 6 തലമുറ കൊണ്ട് ഒരു ജനസംഖ്യ ഇല്ലാതാകും ഫെർട്ടിലിറ്റി റേറ്റ് 1 ആണെങ്കിൽ. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും പറയുന്നത് ഫെർട്ടിലിറ്റി റേറ്റ് 2.1 വേണം. ഇതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. ഈ 0.1ന്റെ കണക്ക് ഇടയ്ക്ക് മരിച്ചു പോകുന്ന ആൾക്കാർ, കുട്ടികൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും. ഈ 2 റേറ്റ് വേണം. ഇപ്പം സൗത്ത് കൊറിയ 100 വർഷത്തിനകം ഇല്ലാതാകും. സൗത്ത് കൊറിയ എന്നൊരു രാജ്യം ഇല്ലാതാകും. കാര്യം അത് ഞാൻ പറയുന്നതല്ല, സൗത്ത് കൊറിയയുടെ ഒഫീഷ്യൽ കണക്കുകളാണ്. ഈ അടുത്തിടയ്ക്ക് ചെല്ലെങ്കിലും ശ്രദ്ധിച്ചു കാണും, റഷ്യ ഒരു മിനിസ്ട്രി ഓഫ് സെക്സ് തുടങ്ങും. ഇതെന്തുകൊണ്ടാണ്? ആൾക്കാർക്ക് ലൈംഗിക താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പകരം ആൾക്കാർക്ക് ഫാമിലി എന്ന് പറയുന്ന ആശയത്തിലേക്ക് വന്നില്ല. അപ്പൊ നമുക്കൊക്കെ പറ്റിയത് നമ്മുടെ അച്ഛന്റെയും മുത്തച്ഛന്റെയും കാലഘട്ടത്തിൽ ഓവർ മക്കളായിരുന്നു, ഓവർ പോപ്പുലേഷൻ ഉണ്ടായി. ഇപ്പൊ എന്റെ മുത്തച്ഛൻ, എന്റെ അച്ഛന്റെ അച്ഛന് 13 മക്കളുണ്ട്, 2 ഭാര്യമാരും ഉണ്ട്. അപ്പൊ എന്റെ അച്ഛൻ ഇത് കണ്ട് മടുത്ത് ശ്രദ്ധയും സ്നേഹവും കിട്ടാത്തോണ്ട് മാറി ഒരു കുട്ടി മതിയും തീരുമാനിച്ചു. ശരിക്കും കണക്ക് വേണ്ടത് 2 ആണ്. ഹിന്ദുക്കൾക്ക് 1.1 ആണ്, 1.1 to 1.3 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 ആണ്, മുസ്ലിങ്ങൾക്ക് അത് 2.5 to 2.7 ആണ്. 2 to 3 ഇടയ്ക്ക് നോർമലാണ്. ഇതാണ് പൂജനീയ സർസംഘചാലക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മുടെ ജനസംഖ്യ ആസൂത്രണം പാളി 2 മുതൽ 3 കുട്ടികൾ വരെ നമ്മുടെ കുടുംബങ്ങളിൽ വേണോ? കുറച്ചുകൂടെ പച്ചയ്ക്ക് തുറന്നു പറയാം, എനിക്ക് കല്യാണം കഴിച്ചതിന് ശേഷം കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിൽ വലിയൊരു മടിയായിരുന്നു. കുട്ടി ഉണ്ടായ ചെലവാണ്, മെനക്കേടാണ്, തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാനും ദീപയും കല്യാണം കഴിച്ച് 7 വർഷത്തിന് ശേഷമാണ് ആദ്യം കുട്ടി ഉണ്ടായത്. പാച്ചു, യാഗ് എന്നാണ് പേര്, യാഗിന്റെ പേരിലാണ് പേര്. പിന്നീട് ഞാൻ ഈ കണക്കുകളെല്ലാം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല, 2 കുട്ടികൾ വേണം. അങ്ങനെയാണ് ഇപ്പൊ രണ്ടാമത്തെ മോന്റെ പേര് യുഗ് എന്നാണ്. 1 വയസ്സ് ആയിട്ടുണ്ട്, സാറിനൊക്കെ അനുഗ്രഹം കിട്ടാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ കുട്ടികൾക്ക്, ഹിന്ദു കുടുംബങ്ങൾക്ക് 2 കുട്ടികളുള്ള ഒരു വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുകയല്ല, ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ തെളിവ്? പത്തനംതിട്ട വേഴ്സസ് മലപ്പുറം നോക്കിയാൽ മതി. നമ്മൾ വിചാരിക്കുന്നത് മലപ്പുറത്ത് പ്രശ്നമുണ്ടെന്നാണ്, അല്ല, പത്തനംതിട്ടയാണ് പ്രശ്നം. പത്തനംതിട്ട ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 100 വർഷത്തിനകം ആളില്ലാതാവും. ആ ജില്ല കാട് കയറും. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല, BBC നമ്മുടെ നാട്ടിൽ വന്ന് പഠന റിപ്പോർട്ടിന്റെ ഭാഗമായി കുമ്പനാട് എന്ന സ്ഥലത്ത് പോയി. പത്തനംതിട്ടയിലെ കുമ്പനാട്ടിൽ പോയി. പത്തനംതിട്ട കുമ്പനാട് സ്കൂളുകൾ അടക്കിയാണ്, ഹോസ്പിറ്റലുകൾ അടക്കിയാണ്, ആളില്ല. ഇതാണ് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് കയറി പോകുന്നുണ്ടല്ലോ, ജർമ്മനിയൊക്കെ. എന്തുകൊണ്ടാണ്? നമ്മളെ ഇഷ്ടമുണ്ടായിട്ട് മാത്രമല്ല, നമ്മളെ ഇഷ്ടമാണ്, ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു ബഹുമാനമുണ്ട്. പക്ഷേ ജർമ്മനിയിൽ ആള് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ലെവൽ ഓഫ് ആൾക്കാർ വന്നാലേ അവരുടെ എക്കോണമി നിൽക്കൂ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് പറഞ്ഞത്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമ്മുടെ ശക്തിയാണ് എന്ന്.
നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത് പോപ്പുലേഷൻ ഒരു ലയബിലിറ്റി ആണെന്നാണ്, അതെ. ജനസംഖ്യ എന്തോ ഒരു ബാധ്യതയാണെന്നാണ്. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഓവർ പോപ്പുലേഷൻ ശരിയല്ല, സംശയമൊന്നുമില്ല. അണ്ടർ പോപ്പുലേഷനും ഒരു പ്രശ്നമാണ്, ഓവർ പോപ്പുലേഷനും പ്രശ്നമാണ്, അണ്ടർ പോപ്പുലേഷനും പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് ഒപ്റ്റിമം പോപ്പുലേഷനാണ്. ഒപ്റ്റിമം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2.1 ആണ്. അതാണ് സർസംഘചാല കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് 2 to 3 ആണ് വേണ്ടത്. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നില്ല, ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് കുറച്ച് ഫോർവേഡ്, സാമ്പത്തികമായി കൂടെ ഫോർവേഡ് നിൽക്കുന്ന ഹിന്ദു കുടുംബങ്ങളിൽ ഇത് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ, ഞാൻ പറയുന്നത് പ്രകോപനപരമായ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക, നമ്മുടെ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങളെ ടോട്ടലി അങ്ങ് മാറ്റാം. അതായത് നമ്മുടെ നാട്ടിൽ 27% മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് അതേപോലെ എടുത്ത് ഒരു പഠനത്തിന് വേണ്ടി മാറ്റാം. ഈ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങൾ ഇല്ലെന്നിരിക്കട്ടെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രം ഇങ്ങനെ പോയാൽ 100 വർഷത്തിനകം കേരളം കാലിയാവും. 100 വർഷം, അത് ഡെമോഗ്രഫിക് കണക്കല്ല, ഇത് പറയുന്ന വെറും മാത്തമാറ്റിക്സ് ആണ്. അതായത് 100 വർഷത്തിനകം കേരളം ഹിന്ദുക്കളുടെ ഈ നിരക്കിൽ പോവുകയാണെങ്കിൽ ഇല്ലാതാവും. നമുക്ക് അടിയന്തരമായി വേണ്ടത് കുറച്ച് ഏർലി മാരേജ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് മാരേജ് എന്നല്ല, ഒരു 20-25 വയസ്സിനകം നമ്മുടെ കുട്ടികൾ കല്യാണം കഴിക്കണം. അവർക്ക് 1-2 മക്കളുണ്ടാകും. ഈ 2 മക്കൾ ഉണ്ടായില്ലെങ്കിലുള്ള പ്രശ്നം അവസാന കാലത്ത് ഒന്ന് നമ്മളെ ശ്രദ്ധിക്കാൻ ആൾ കാണില്ല, അത് മറ്റൊരു വിഷയം. അതോടൊപ്പം ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമുക്ക് നിലനിൽക്കില്ല. ഇന്ന് റഷ്യ പോളിസി മാറ്റി, ചൈന പോളിസി മാറ്റി, ജപ്പാൻ പോളിസി മാറ്റി, സൗത്ത് കൊറിയ പോളിസി മാറ്റി. സൗത്ത് കൊറിയയിലൊക്കെ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇൻസെന്റീവ് കൊടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് പറഞ്ഞു നിർത്തിയാൽ മുസ്ലിം ജനസംഖ്യയെ പ്രതിയാണ് നമ്മുടെ കണ്ണ്, അല്ല നമ്മുടെ ഹിന്ദു ജനസംഖ്യക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിന്ദുക്കളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വളഞ്ഞു കെട്ടി മതേതരത്വത്തിന്റെ പേര് ഇതൊക്കെ പറയും. ഞാനൊന്ന് മുസ്ലിം വേദിയിൽ ചെന്ന് സംസാരിക്കാറ്, ഞാൻ ലീഗിന്റെ വേദിയിൽ ചെന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ പറയും നിങ്ങളോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഇഷ്ടമൊക്കെയാണ്, അയ്യപ്പനും ബാബരും കാര്യങ്ങളും എല്ലാം ഒക്കെയാണ്. പക്ഷേ എന്നാൽ അതോടൊപ്പം ഇപ്പൊ ഒരൊറ്റ സാറിന് വെരിഫൈ ചെയ്യാൻ കഴിയുന്ന കണക്കാണ്, കേരളത്തിൽ 54% കണക്കിലെങ്കിലും ഹിന്ദുക്കൾ, അത്രയില്ല, കുറച്ച് കുറവാണ്. 27% മുസ്ലിങ്ങൾ. കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ പോട്ടെ ഈ വർഷം ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് ജനിച്ചത്. 2021 മുതൽ കേരളത്തിൽ മുസ്ലിം കുട്ടികളാണ് ഓരോ വർഷവും ഹിന്ദു കുട്ടികളെക്കാൾ ജനിക്കുന്നത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിയാലിറ്റിയാണ്. കണക്ക് പറഞ്ഞാൽ ഏകദേശം 1,30,000, 1,00,000 സംതിങ്, 1,20,000 to 1,40,000 ഹിന്ദു കുട്ടികളാണ് ജനിക്കുന്നത്. അതിനെക്കാട്ടി 1000-2000 കൂടുതൽ മുസ്ലിം കുട്ടികളാണ് ജനിക്കുന്നത്. ഹിന്ദുക്കളുടെ പകുതി ജനസംഖ്യ മുസ്ലിങ്ങൾക്കുള്ളൂ. പക്ഷേ നമ്മളെക്കാൾ കുട്ടികൾ ജനിക്കുന്നത് അവർക്ക് കുട്ടികൾ കൂടുന്നതല്ല, നമുക്ക് കുട്ടികൾ കുറയുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് മോഹൻ ഭാഗവത് ഈ ഒരു കുടുംബത്തിൽ 3 കുട്ടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞത് ആൾക്കാർ അതിനെ വേറൊരു തരത്തിൽ എടുത്തു. കാരണം അതൊരു ഹിന്ദുത്വ വാദം എന്നുള്ള രീതിയിൽ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഞാനിത് പല വേദികളിലും പറയും, എന്നെ ഒരുപാട് പേര് മോശമായിട്ട് പറയും, സെക്ഷലി കാര്യങ്ങളൊക്കെ പറയാം, എടാ അതിനൊക്കെ കഴിവ് വേണം, മറ്റേത് വേണം. ഞാൻ പറഞ്ഞു എനിക്ക് 2 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ്, ഇനിയും തുറന്നു പറയാം, ഞാൻ പേര് പറയുന്നത് ശരിയാണോ. RSSലെ മുതിർന്ന നേതാക്കൾ, ക്യാമറ മാറിക്കഴിഞ്ഞാൽ ആളുടെ പേരും കൂടെ സാറിനോട് പറയാം. RSSലെ മുതിർന്ന നേതാക്കളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയണത് ഞങ്ങൾക്ക് ഈ വിഷയം അറിയാം, പക്ഷെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ലൈംഗിക ചുവയോടുകൂടി ഞങ്ങളെ കളിയാക്കും. എന്നാൽ നിനക്കൊക്കെ കുട്ടികളെ ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞ് കളിയാക്കും. RSSലെ ആൾക്കാർ ക്രിസ്ത്യൻ പള്ളിയിലെ പിതാക്കന്മാരെ പോലെ രാഷ്ട്ര സേവനത്തിന് വേണ്ടി, അവരെ ദൈവസേവനത്തിനാണ്. ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാർ ദൈവസേവനത്തിനാണെങ്കിൽ RSSകാർ ഭാരത മാതാവിന്റെ സേവനത്തിന് വേണ്ടി അവരുടെ ജീവിതം ഉഴിഞ്ഞു വെച്ചവരാണ്. അവരൊരു പരശുരാമന്റെ മോൾഡിലൊക്കെയാണ്. അതായത് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊക്കെ നമ്മൾ പറയുന്നതിനോട് ബന്ധപ്പെടുന്ന ഒരു സങ്കല്പത്തിലാണ് രാജ്യത്തിന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെക്കുക. അവർ ആ രാജ്യത്തിന്റെ, നമ്മുടെ തോമസ് സാറൊക്കെ, ജഡ്ജി തോമസ് സാറൊക്കെ പറയുന്ന പോലെ രാജ്യത്തിന്റെ ഒരു സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന നല്ല കാര്യം. പക്ഷേ ഹിന്ദു സമൂഹം നമ്മളെല്ലാവരെ പോലല്ലോ, നമ്മൾ ഗൃഹസ്ഥരൊക്കെ അല്ലേ. ഇപ്പൊ ഞാൻ അയ്യപ്പ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലല്ലോ. അപ്പോ നമ്മളടക്കമുള്ള ഗൃഹസ്ഥർ തികച്ചും 2 to 3 കിഡ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കിഡ്സ് എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോളിസി ഒരുപാട് ഓവറായിപ്പോയി. അതായത് നമുക്ക് സംഭവിച്ചത് 60കളിലും 70കളിലും, പ്രത്യേകിച്ച് അത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ഒക്കെ കുറ്റമാണ്, ഓവറാക്കി. അന്നത്തെ കാലത്ത് ആൾക്കാരെ നിർബന്ധ വന്ധ്യംകരണം എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കി. അപ്പം ഇന്ന് മോദിജി മുമ്പോട്ട് വെക്കുന്ന ദർശനം എന്താ? ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യ ഒരു ശക്തിയാണ്. ആ ശക്തിയെ പോസിറ്റീവ്ലി നമുക്ക് ചാനലൈസ് ചെയ്യാൻ കഴിയണം. ഇന്ന് മിഡിൽ ഈസ്റ്റ്, മുസ്ലിം രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജ്യങ്ങൾ നിൽക്കുന്ന ഇന്ത്യയുടെ ഹ്യൂമൻ റിസോഴ്സിലാണ്. നമ്മുടെ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളും ക്രിസ്ത്യൻ ആണല്ലോ. ഇതേപോലെ തന്നെ യൂറോപ്പ് നിൽക്കാൻ പോകുന്ന നമ്മളിലാണ്. കാര്യം നമ്മൾ എല്ലാവരോടും ചേർന്ന് പോകും. ഇപ്പം ബാക്കി പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മൈഗ്രൻസ് ആണെങ്കിൽ ഇന്ത്യക്കാരോടാണ് പ്രശ്നം കുറവ്, ഏഷ്യക്കാരോട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലരും പാകിസ്ഥാനികളോടും സിറിയക്കാരോടും ഒക്കെയാണ് പ്രശ്നം. അപ്പം നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഓവർ പോപ്പുലേഷൻ അല്ല. അങ്ങനെ ഇത് കേൾക്കുമ്പം നമ്മുടെ ലെഫ്റ്റ് ലിബറൽസ് എന്ത് പറയുന്നറിയാവോ, നേരെ എതിർച്ചെന്നാൽ ഒരു വീട്ടിൽ 10 കുട്ടി ഉണ്ടാവട്ടെ. ഒരു വീട്ടിൽ 10 കുട്ടിയല്ല,
ഒരു വീട്ടിൽ 2 to 3 കിഡ്സ് വേണം. ഈ ഫാമിലി ഓറിയന്റേഷൻ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് കൊടുക്കണം. ഇല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നവും വേണ്ട, ഒരു ഗസ്വായൊന്നും വരണ്ട, നമ്മൾ 100 വർഷത്തിനകം ഇല്ലാതാവും. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതായിട്ട് എടുക്കരുത്. മോഹൻജി ഭഗവത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഈ വരി പറയുന്നുണ്ട്. എക്സ്റ്റേണൽ ത്രെറ്റ് കൊണ്ടല്ല, ഇന്റേണൽ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇല്ലാതാവും. പക്ഷെ വേണ്ട രീതിയിൽ നമ്മുടെ BJP RSS നേതാക്കൾ നമ്മുടെ നാട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സെക്ഷൽ ജോക്സ് അടിക്കും. അതെ. അപ്പം ഇപ്പൊ പല RSS നേതാക്കൾക്കും ഇത് തുറന്നു പറയാൻ മടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലൈംഗിക ചുവയുള്ള ആൾക്കാർ പറഞ്ഞോട്ടേന്നേ. ഇതാണ് നമ്മൾ എടുക്കേണ്ട ത്യാഗം. നമ്മളെ ചീത്ത വിളിക്കും, നമ്മളെ അബ്യൂസ് ചെയ്യും, നമ്മുടെ കുടുംബക്കാരെ പറയും. പക്ഷേ നമ്മൾ ഹിന്ദു സമൂഹത്തിന്റെയും ഭാരതത്തിന്റെയും ലാർജർ ബാലൻസിന് വേണ്ടി നിൽക്കണം. അതോടൊപ്പം നമ്മൾ മുസ്ലിങ്ങളെ വെറുപ്പിക്കണ്ട, ബാക്കിയുള്ള സമുദായങ്ങളെ വെറുപ്പിക്കണ്ട. ഈ ഒരു ബാലൻസ് ഇപ്പൊ കൂടി, ഈ ബാലൻസ് പലപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാറുണ്ട്, ഞാൻ സെക്കുലർ അല്ല, ഇന്ത്യൻ ഭരണഘടനയിലെ സെക്കുലറിസത്തിൽ എനിക്ക് വിശ്വാസമില്ല. പകരം ഗാന്ധിജി സെക്കുലർ അല്ലായിരുന്നു. ഗാന്ധിജി രാമഭക്തനായ ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഒരാളാണ്. ഗാന്ധിജി പ്ലൂറലിസ്റ്റ് ആയിരുന്നു, ബഹുസ്വരവാദിയായിരുന്നു, മതസൗഹാർദ്ദവാദിയായിരുന്നു. അപ്പൊ നമുക്ക് ആ ബഹുസ്വരത മതി, ഈ കപട മതേതരത്വം വേണ്ട എന്നുള്ളതാണ് എന്റെ സബ്മിഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.